നമസ്കാരം. നമ്മളിപ്പോൾ തീരദേശ മേഖലയായ വലിയതുറയിൽ നിൽക്കുന്നത്. വളരെയധികം ആവേശഭരിതത്തിലാണ് നമ്മുടെ BJP പ്രവർത്തകർ. തലസ്ഥാനത്തെ പ്രധാന വോട്ടർ ബാങ്കായ ഈ വലിയതുറയിലെ തീരദേശ മേഖലയിൽ പ്രധാന BJP പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്, വളരെ വിജയപ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. ഒരു തീരദേശ മേഖലയിൽ ഏറ്റവും അധികം BJPക്ക് പിന്തുണയേക്കുന്ന ഒരു പ്രധാന മേഖലയായി വലിയതുറ മാറിയിരിക്കുകയാണ്. ഒരു വൻ ജനാവലി തന്നെ ഈ വലിയതുറ ജംഗ്ഷനിൽ ഉണ്ടായിരിക്കുകയാണ്. കാരണം വളരെയധികം ശുഭപ്രതീക്ഷയിലാണ്, വിജയപ്രതീക്ഷയിലാണ് ഇവിടുത്തെ പ്രവർത്തകരെല്ലാം. ഒരുപക്ഷെ ഒരു തീരദേശ മേഖലയിൽ ഇത്രയും ഈ ഭാരത് ജനതാ പാർട്ടിക്ക് സപ്പോർട്ടുള്ള മേഖലയോ ആവാം ഈ വലിയതുറ. അത്രയേറെ ജനപ്രവാഹം തന്നെ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയതുറ വാർഡിലെ ഒരുപാട് ഈ BJPക്ക് ജനപിന്തുണയുള്ള ആ സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. ഇതാണ് നമ്മുടെ BJP സ്ഥാനാർത്ഥി. ഈ തീരദേശ മേഖലയിൽ ഈ കോരിച്ചെരുന്ന മഴയത്തും ഇത്രയേറെ ജനപിന്തുണയുള്ള ആ സ്ഥാനാർത്ഥിക്ക് നമ്മുടെ എന്താണെന്ന് ഇവിടുത്തെ അഭിപ്രായം ചോദിക്കാം. എന്റെ പേര് ജയറാണി. ഞാനാണ് വലിയതുറ വാർഡിൽ മത്സരിക്കുന്നത്. ഈ തീരദേശത്താണ് ഞാനും ജനിച്ചു വളർന്നത്. അപ്പൊ ജനങ്ങളുടെ വേദന എന്തെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. LDFും UDFും മാറി മാറി ഭരിച്ച തീരദേശമാണ്. പക്ഷെ ഇവിടെ വികസനം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ജനങ്ങൾക്ക് വികസനം എത്തിക്കണം. അന്ന് ഉറച്ച തീരുമാനത്തോടെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയം നോക്കാതെയാണ് ഇപ്പൊ എന്റെ കൂടെ എന്റെ സഹോദരങ്ങളായാലും എന്റെ അമ്മമാർ എല്ലാവരും ഈ മഴയത്ത് ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നിന്ന LDF സ്ഥാനാർത്ഥികളും UDF സ്ഥാനാർത്ഥികളും മടുത്തിട്ടാണ് ഇപ്പൊ എന്റെ കൂടെ ഇത്രയും ആൾക്കാർ പിന്തുണയ്ക്കാൻ വന്നിരിക്കുന്നത്. പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. ഇപ്രാവശ്യം ഞങ്ങൾ BJP പിടിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതിനാണ് ഞങ്ങളിപ്പോ ഈ മഴയത്ത് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം നഗരസഭ BJP പിടിക്കാൻ വേണ്ടി ഇപ്പൊ പ്രതിപക്ഷമാണ്. BJP പിടിക്കാൻ വേണ്ടിയൊക്കെയാണ്. അപ്പൊ അതിനൊരു മുതൽക്കൂട്ടാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. സത്യമായി ഞങ്ങൾ തന്നെ പിടിച്ചിരിക്കും. ഇപ്പൊ ഒരു വൻ ജനാവലി തന്നെയാണ് ഈ കോരിച്ചെരുന്ന മഴയത്ത് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം BJP ഇപ്പോൾ കോർപ്പറേഷൻ പിടിക്കാൻ നിൽക്കുന്ന BJPക്ക് ഒരു പൊൻ തൂവലാവാൻ വേണ്ടിയാണ് ഇപ്പോൾ ജയറാണിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനപിന്തുണ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഒരു വിജയപ്രതീക്ഷയാണ് ഇവിടെ കാണുന്നത്. കാരണം തീരദേശ മേഖലയിൽ BJPക്ക് ഇത്രയും സ്വാധീനമുള്ള ഒരു പ്രധാന മേഖലയായി കഴിയുന്നു ഇവിടുത്തെ ഈ വലിയ BJPക്ക് ഇത്രയും പിന്തുണയുള്ള ഈ മേഖലയിൽ എന്താണ് സത്യാവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. നമസ്കാരം. ഇവിടുത്തെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ജയിക്കുന്നത്? നമ്മുടെ ജയറാണിയെ ജയിക്കത്തുള്ളൂ. BJP. ആരായിരിക്കും ജയിക്കുന്നത്? ഇവിടുത്തെ ഇലക്ഷന് ഇങ്ങനെ BJP വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. മടുത്ത് BJP വരണമെന്നാണ് ഭൂരിപക്ഷ ജനങ്ങളുടെ അഭിപ്രായം ഈ തീരദേശ മേഖലയിൽ BJP വരണമെന്നാണ്. കാരണം ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ പ്രധാന തെളിവ്. നമ്മുടെ സംസ്ഥാന യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ഷൈൻലാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ BJP ഇപ്പം നഗരസഭ പിടിക്കാൻ വരികയാണല്ലോ. അപ്പം ഈ ജയറാണിയുടെ വിജയം ഒരു പൊൻതൂവലാവും. തീർച്ചയായിട്ടും 72 വാർഡുകളിൽ എ ക്ലാസ് കാറ്റഗറിയായി ഞങ്ങളിപ്പോൾ മുന്നിട്ട് ജയിച്ചു നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. നമ്മുടെ വിലയിരുത്തലാണ്. വരും ദിവസങ്ങളിലുള്ള പ്രവർത്തനം കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഒറ്റയ്ക്ക് തന്നെ തിരുവനന്തപുരം നഗരസഭ BJPക്ക് ഭരിക്കുവാനും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ 45 ദിവസത്തിനകത്ത് വികസനത്തിന്റെ കരട് രേഖ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡയറക്റ്റ് അത് അനൗൺസ് ചെയ്യുന്ന തീരുമാനവുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. തീരദേശ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ BJPക്ക് പ്രവർത്തകർ വളരെ കുറവായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ ആകൃഷ്ടരായവരും അല്ലെങ്കിൽ തീരദേശ ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളി മേഖലകളിലും അദ്ദേഹം കൊണ്ടുവന്ന സംഭാവനകൾ കഴിഞ്ഞ മിനിസ്ട്രിയിലാണ് അദ്ദേഹം തീരദേശത്തിന് പ്രത്യേകമായ ഒരു മിനിസ്ട്രി ശ്രീമാൻ ജോർജ് കുര്യൻ അവറുകളെ പ്രഖ്യാപിച്ചുകൊണ്ട് തീരദേശ ആൾക്കാരെ കൂടി അവരുടെ വിഷയങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതിഫലനം തീരദേശ മേഖലയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കൺവെൻഷൻ കണ്ടതാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ മാത്രം ഉണ്ടായിരുന്ന വലിയതുറ വാർഡിൽ ഇന്ന് 250-ന് മുകളിൽ പ്രവർത്തകർ വാർഡ് കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുകയാണ്. അവര് ഒരു റാലിയോട് കൂടിയാണ് വാർഡ് കൺവെൻഷൻ പങ്കെടുക്കുവാൻ. അവരുടെ ഒരു ആവേശം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ സംസ്ഥാന യുവമോർച്ചയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി നമ്മളോട് ചേരുന്നുണ്ട്, ഗോകുൽ ഗോപിനാഥ്. ഇവിടെ തിരുവനന്തപുരത്ത് തീരദേശ മേഖല എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് കുത്തകയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ ജനിക്കുന്ന കുഞ്ഞും അവരുടെ തലമുറകൾ മുൻപോട്ടും തീരദേശ മേഖലയിൽ കടലോര മേഖലയിൽ ജീവിക്കുന്നവരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടവരാണ്
എന്നൊരു ധാരണ ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞിനും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരാ കൈപ്പത്തി അവരുടെ കൈപിടിച്ചുയർത്തുമെന്നൊരു ആഗ്രഹിച്ചിരുന്ന കൈപ്പത്തി അവരെ കൈവിട്ടിട്ട് അവര് എല്ലാവരും ആ തലമുറയാകെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ വോട്ടർമാരായും അനുഭാവികളായും പ്രവർത്തകരായും നേതാക്കന്മാരായും ഒക്കെ വരികയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ വലിയ വാർഡ്. ഇവിടെ ജയറാണി BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തന്നെ വലിയൊരു മാറ്റത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾ കണ്ടില്ലേ ആ ആൾക്കൂട്ടം? ഇവരാരും തലമുറയോളം BJPയുടെ പ്രവർത്തകരായിരുന്നവരല്ല. കോൺഗ്രസിന്റെ അവരുടെ സ്വജനപക്ഷപാതവും അവരുടെ ജാതി മത രാഷ്ട്രീയവും ഒക്കെ വെറുത്തിട്ട് മടുത്തിട്ട് അവര് ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം BJPയോടൊപ്പം വരികയാണ്. ഒരു പുരാതന തുറമുഖമാണ് വലിയതുറ. ഇവിടെ ഇത്രയും കാലമില്ലാത്ത ഒരു BJP സ്വാധീനമാണ് നമ്മൾ കണ്ടത്. അതിനെന്താണ് കാരണം? ഇപ്പോൾ ഈ വലിയതുറ എന്ന് പറഞ്ഞ വാർഡ്, ഇപ്പം നിലവിലെ വാർഡെന്ന് പറയുമ്പോൾ അതിൻ്റെ പടിഞ്ഞാറ് വശത്തിന്, അതിൻ്റെ വടക്ക് വശത്ത് കണ്ണാന്തറ മുതൽ തെക്ക് വശം നമ്മുടെ ഏകദേശം ചെറിയതുറയുടെ അടുത്തെത്തുന്ന ഒരു ഭാഗം വരെ, ഒരു വേളാങ്കണ്ണി ജംഗ്ഷൻ എന്ന് പറയും. ഈ ഒരു ഭാഗം ഇത്രയും വലിയതുറ വാർഡിൻ്റെ സർക്കംഫറൻസിൽ വരും. അപ്പോൾ ഇത്രയും കാലം ഇല്ലാത്ത തരത്തിലുള്ള ഒഴുക്ക് എന്ത് കാരണം കൊണ്ടാണ് BJP ഉണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, കാലാകാലങ്ങളായിട്ടുള്ള ഒരു കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിരുന്ന അടിമത്വ മനോഭാവമായിരുന്നുള്ള ജനങ്ങൾക്ക് അതിൽ വലിയൊരു സമഗ്രമായിട്ടുള്ള മാറ്റം ഉണ്ടാകാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാം 2020 ശേഷം കടൽക്ഷോഭം ഉണ്ടായി. ഈ പറഞ്ഞ തീരദേശത്തെ നല്ലൊരു ഭാഗം ജനങ്ങളുടെയും വീട്, അത് കോൺക്രീറ്റ് സൗധങ്ങളുണ്ട് 2 നിലകൾക്ക് ഉൾപ്പെടെ, അതെല്ലാം തകർന്ന് തരിപ്പണമായി അവർ അടച്ചുറപ്പില്ലാത്ത ക്ലാസ് മുറികൾ കഴിച്ചു കൂട്ടി ഒരുപാട് കാലങ്ങളുണ്ടായിരുന്നു. അതിൽ പോലും അർഹതപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും സർക്കാരിൻ്റെ ഭവന പദ്ധതിയായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വിരോധാഭാസം. അവരുടെ ഇഷ്ടക്കാർക്കും പാർട്ടിക്കാർക്കും മാത്രമാണ് അവർ അതിലിടം നൽകിയിട്ടുള്ളത്, ബഹുഭൂരിപക്ഷവും. അപ്പോൾ ഈ കാലയളവിൽ എന്താണ് BJPയെ ഈ നമ്മുടെ ജനവിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് അലട്ടിയെന്ന് വെച്ചാൽ, അന്ധമായിട്ടുള്ള ചില പ്രൊപ്പഗാൻഡകളും കുപ്രചരണങ്ങളുമാണ്. ഇന്ന് തീരദേശ ജനത ആരാണ് അവരുടെ യഥാർത്ഥ ശത്രു എന്ന് മനസ്സിലാക്കുകയും ഈ മുനമ്പം പോലൊരു ഇഷ്യൂവിൽ LDFും UDFും മുഴുവൻ 140 സാമാജികരും ഒറ്റക്കെട്ടായി നിന്ന് മുനമ്പ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ തീരദേശ നിവാസികൾക്ക് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ആരാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ചേർത്ത് പിടിക്കുന്ന രാജ്യവിരുദ്ധതയുടെ പര്യായമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ പല നിലപാടുകളും പ്രവർത്തികളും ഒക്കെ. അപ്പൊ നമ്മുടെ 100% ജയറാണി കൗൺസിലർ തിരുവനന്തപുരം നഗരസഭയിൽ എത്തുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാൽ, ഈ കഴിഞ്ഞ 2 കൗൺസിലർമാരും ഇവര് ഒരാൾ UDFിൽ മത്സരിക്കുന്ന ആൾ 2015 തൊട്ട് 20 വരെ കൗൺസിലറായിരുന്ന ആളാണ്. LDFിൽ ഇപ്പം മത്സരിക്കുന്ന ആൾ നിലവിലെ കൗൺസിലറാണ്. അതായത് 20 തൊട്ട് 25 വരെ കൗൺസിലർ പദവിയിലിടുന്ന ആളാണ്. ഈ 2 പേരുടെയും ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ 2 പേരുടെ ഭരണ കാലയളവിൽ തീരദേശ ജനങ്ങൾ ഒരു ആവശ്യത്തിന് ഒരു പ്രശ്നം വന്നാൽ അവിടെ ചെന്ന് നോക്കാതെ ഇപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ മാത്രം ഈ പറഞ്ഞവരെ കാണാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അങ്ങനെ ബുദ്ധിമുട്ടിയ കഷ്ടപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഉള്ള മറ്റൊരാൾ കൂടിയായിരുന്നു ജയറാണി എന്നുള്ളത് ജയറാണിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ. വളരെയേറെ ജനപിന്തുണയുള്ള ഈ മത്സ്യബന്ധന മേഖലയിൽ BJPക്ക് അത്രയധികം സ്വാധീനം ഉണ്ടായിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ BJP വളരെയധികം ജയപ്രതീക്ഷയോടെ ഈ തീരദേശ മേഖലയിൽ നിന്നും വിജയിക്കുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം വലിയതുറയിൽ നിന്നും ക്യാമറമാൻ ജിജോടൊപ്പം രാജേഷ്.